പലപ്പോഴും നമ്മുടെ മലയാളികൾക്ക് അറിയാവുന്ന കലാകാരന്മാരെന്ന് പറയുന്നത് തന്നെ സാഹിത്യകാരന്മാർക്ക് വേണ്ടി വരയ്ക്കുന്നതും എഴുതുന്നതായിട്ടുള്ള ആളുകൾ മാത്രമാണ്. അതിനപ്പുറമുള്ള കലാകാരന്മാരെ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് വളരെ സംശയകരമാണ്. നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ സ്ക്രിപ്റ്റ് വന്നപ്പോഴാണ് മനുഷ്യൻ വീണ്ടും ആലോചിച്ചു ഇതിനെ കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആക്കി കളയാൻ കരുതി. അപ്പോൾ ഞാൻ ഒരിക്കൽ ചൈനയിൽ പോയപ്പോഴത്തേക്ക് അവിടെ കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ശ്ലോകങ്ങളാണ്, അവർ ശ്ലോകങ്ങൾ പാടിക്കൊണ്ടാണ് ഇത് എഴുതുന്നത്. അപ്പം അതിന് ആ ശ്ലോകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കാലിഗ്രാഫി എഴുതുന്നത് തന്നെ. അതൊരു സിദ്ധിയാണ്, അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. അത് വളരെ ട്രഡീഷണലായിട്ട് തന്നെ അവരത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനകത്തൊരു മോഡേണിസത്തിൻ്റെ യാതൊരു കടന്നുകയറ്റവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകുന്നേരത്തെ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ മഹാനായ എഴുത്തുകാരൻ MTയുടെ ഓർമ്മകൾ അലയടിക്കുന്ന ഈ നിമിഷത്തിൽ ഇവരോടൊപ്പമൊക്കെ സംസാരിക്കാൻ എന്നെയും വിളിച്ചതിൽ ഭട്ടതിരി മാഷിനോടും പ്രദീപ് പനങ്ങാട് സാറിനോടും എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ മലയാള പ്രസാധന രംഗത്ത് ആദ്യത്തെയോ അല്ലെങ്കിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രസാധന സംഭവമാണ് ഈ MTയുടെ ശീർഷകങ്ങൾ എന്നു പേരുള്ള ഭട്ടതിരി മാഷിൻ്റെ ഈ പുസ്തകം എന്ന് പറയും. കാരണം നമ്മൾ പുസ്തകം എന്ന് പറയുന്നത് നോവലും ചെറുകഥയും അല്ലെങ്കിൽ ലേഖനങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു രീതിയാണ്. അവിടെ പലപ്പോഴും കലാകാരന്മാർ രണ്ടാം തരമോ മൂന്നാം തരമോ ഒക്കെ ആയിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെയാണ്, പുറത്ത് പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മലയാളികൾക്ക് അറിയാവുന്ന കലാകാരന്മാരെന്ന് പറയുന്നത് തന്നെ സാഹിത്യകാരന്മാർക്ക് വേണ്ടി വരയ്ക്കുന്നതും എഴുതുന്നതായിട്ടുള്ള ആളുകൾ മാത്രമാണ്. അതിനപ്പുറമുള്ള കലാകാരന്മാരെ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് വളരെ സംശയകരമാണ്. നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. ആ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലൂടെ MT എന്ന മഹാമേരുവിനെ ആദരിക്കുന്നതിനോടൊപ്പം ഭട്ടതിരി മാഷിൻ്റെ ഒരു പുസ്തകം ആ രീതിയിൽ വരുന്നു എന്നതിനപ്പുറം എനിക്ക് തോന്നി ഇത് മൊത്തത്തിലുള്ള ഒരു കലാകാരന്മാരെ അല്ലെ ഡിസൈനേഴ്സിനെ അല്ലെ ഈ ടൈപ്പൊക്കെ ചെയ്യുന്ന ആളുകളോടുള്ള ഒരു അംഗീകാരവും ബഹുമാനവുമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് ഭട്ടതിരി മാഷിന് മാത്രമുള്ളതല്ല, ഈ കേരളത്തിൽ മാസികകൾക്ക് വേണ്ടി വരയ്ക്കുന്ന എല്ലാ ഡിസൈനേഴ്സിനും കലാകാരന്മാർക്കും അല്ലെ കാലിഗ്രാഫേഴ്സിനും കൂടിയുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ സംഭവം വന്നിട്ടില്ല. പലപ്പോഴും നമ്മൾ ഇപ്പം കലാകൗമുദിയോ മാതൃഭൂമിയോ അല്ലെങ്കിൽ ഭാഷാഭൂഷണി ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ടൈറ്റിൽ വായിച്ചു പോകുന്നു എന്നുള്ളതല്ലാണ്ട് എത്ര പേരത് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും സംശയമാണ്. ഒരുപക്ഷെ നമുക്കിങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും, ആർക്കും ഇങ്ങനെ എഴുതാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ ഈ ഒരു വാക്കിനെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ചെറുകഥയുടെ ആശയത്തെ എന്താ പറയുക വളരെ ആറ്റിക്കുറുക്കി എടുക്കുന്ന ആ ടൈറ്റിലേക്ക്, ആ വാക്കിൻ്റെ രൂപത്തിലേക്ക് ആ ഭാവത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഭട്ടതിരി മാഷ് ചെയ്യുന്നത്. ഇപ്പോൾ എഴുതാൻ എനിക്കും പറ്റും, ആർക്കും പറ്റും, എല്ലാവർക്കും പറ്റും, അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ആ ഭാവം, നമ്മൾ ഭാവഗായകൻ എന്നൊക്കെ പറയുന്നത് പോലെ വാക്കുകളുടെ ആ യഥാർത്ഥ അന്തസാരം ആ വാക്കിലേക്ക് അതിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു ഒരു കർമ്മമാണ് ഭട്ടതിരി മാഷ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വാക്കുകൾക്കെല്ലാം ഉള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ദുഃഖം എന്ന വാക്ക് പറയുമ്പോൾ ആ ദൂ ഇട്ട് 2 വട്ടം കൂടി വരുമ്പോഴത്തേക്ക് ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. വാക്കുകൾക്ക് അതുണ്ട്. അതുപോലെ അമ്മ എന്ന വാക്കെടുത്താൽ 2 ഇമ്മ വരുമ്പോഴത്തേക്ക് നമുക്ക് അമ്മത്വം അല്ലെ ഫീൽ ചെയ്യും, ആ ഒരു മാതൃത്വം നമുക്കത് ഫീൽ ചെയ്യും. വാക്കുകളുള്ളിൽ അതുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ വാക്കുകൾക്ക് ആ ഒരു ഭാവം വന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോഴാണ് അവിടെയും നമ്മൾ കലാകാരൻ്റെ ഒരു സ്വത്വത്തിലേക്ക് അല്ലെ അതിൻ്റെ ഒരു ആദിമ രൂപത്തിലേക്ക് പോകേണ്ടി വരുന്നത്. നമ്മളെല്ലാവരും സംസാരിക്കാൻ ഭാഷ മലയാളമോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഭാഷകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആദിമ മനുഷ്യൻ സംസാരിക്കാനായിട്ട് ഉപയോഗിച്ചത് ചിത്രമാണ്. ചിത്രം ഇതുപോലെ ബേസിക് ഇൻസ്റ്റിങ്റ്റാണ്. എല്ലാ കുട്ടികളും ചിത്രം വരയ്ക്കും എന്നതുകൊണ്ട് തന്നെ
ആദിമ മനുഷ്യനും അവനെ സംസാരിക്കാനായിട്ട് ഉപയോഗിച്ചത് ചിത്രങ്ങളുടെ ഒരു ഭാഷയാണ്. അതുകൊണ്ടാണ് അലാസ്കയിലെയും ഗുഹകളിലോ അല്ലെങ്കിൽ അൽത്താമ്രയിലെ ഗുഹകളിലോ ഒക്കെ കാണുന്ന ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നും ഒരു അക്ഷരം പോലും ഇല്ല. ബൈസന്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ മാൻ്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരുടെ ചില ഇമേജുകളോ മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് പടം വരയ്ക്കാനോ പടം വരയ്ക്കുന്നതിൻ്റെ കഴിവ് കാണിക്കാനോ ഒന്നും വരച്ചതല്ല, കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഭാഷ ഇല്ലാത്ത മനുഷ്യൻ അല്ലെങ്കിൽ വാക്കുകളില്ലാത്ത മനുഷ്യൻ ആശയ സംവാദത്തിന് തൊട്ടടുത്തുള്ള അവൻ്റെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഇണയോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം എന്ന് പറയുന്നത് എല്ലാ ഭാഷയെക്കാളും മുകളിൽ നിൽക്കുന്ന ഒന്നായിട്ടാണ് ഒരു കലാകാരനായി ഞാൻ കാണുന്നത്. പിന്നീട് ആ ഭാഷയ്ക്ക് എന്ത് സംഭവിച്ചു നമ്മൾ നോക്കാം. ഈ പടം വരച്ചിട്ട് ഇത് ഇങ്ങനെ വളരെ എന്താ പറയുക, വളരെ സിമ്പിളാണ് എങ്കിൽ പോലും അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില ഡ്രോയിങ്ങുകളാണ്. പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രേഖകളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ലിമിറ്റഡ് ആയിട്ടുള്ള നിറങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങളെ പിന്നീട് കുറച്ചും കൂടി ലളിതമായിട്ട് പിക്ടോഗ്രാഫിലേക്ക് മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുമേറിയന്മാരാണ് ആദ്യമായിട്ട് അത്തരത്തിലൊരു ഭാഷ തന്നെ ഉണ്ടാക്കുന്നത്. സുമേറിയന്മാർ ഉപയോഗിച്ചിട്ടുള്ള യൂണിഫോം, ഈ നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിൻ്റെ മിനിമലായിട്ടുള്ള സിംബോളിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. ഏതാണ്ട് BC 3000, 3500 അല്ലെ 4000 കാലഘട്ടങ്ങളിലാണ് സുമേറിയന്മാർ ആ ഭാഷ യൂണിഫോം ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അതേ സമയത്ത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈജിപ്തിൽ ഹൈറോഗ്ലിഫ്സ് രൂപപ്പെടുന്നത്. ഈ രണ്ട് ലിപികൾ അല്ലെങ്കിൽ രൂപങ്ങൾ എടുത്തു നോക്കി അറിയപ്പെടും ചിത്രങ്ങളാണ്. ചിത്രങ്ങൾ ചിഹ്നങ്ങളായിട്ടാണ് അതിനകത്ത് വരുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് ചൈനീസ്, ജാപ്പനീസ് അക്ഷരങ്ങളെ കാണാൻ പറ്റും. കാരണം കുറച്ചും കൂടി അത് സിംപ്ലിഫൈ ആയിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ലളിതമാവുകയാണ്. ആ ചിത്രത്തിൻ്റെ എല്ലാ കോംപ്ലക്സീവായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള എല്ലാ രൂപങ്ങളെയും മാറ്റിമറിച്ച് അത് വളരെ വളരെ ലളിതമായിട്ടുള്ള രീതിയിലേക്ക് മാറുകയും പിന്നീട് അത് ലിപിയായിട്ട് പലതരത്തിലുള്ള ലിപിയായിട്ട് മാറുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ ലിപികൾക്കും ചിത്രവടിവുണ്ട്. കാരണം അത് ചിത്രമാണ് യഥാർത്ഥത്തിൽ. അതിനെ മനുഷ്യൻ നൂറ്റാണ്ടുകൾ കൊണ്ട് പരിണമിച്ചപ്പോൾ അവൻ്റെ ആശയങ്ങളും അവൻ്റെ രീതികളും എല്ലാം മാറിയപ്പോൾ അതിനെ ലളിതമാക്കാനായിട്ട് ഉപയോഗിച്ച് അതങ്ങനെ നമുക്ക് ഇന്ന് പരിചിതമായിട്ടുള്ള പിക്ടോഗ്രാഫിൽ നിന്നും ഇന്ന് പരിചിതമായിട്ടുള്ള സ്ക്രിപ്റ്റിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ സ്ക്രിപ്റ്റ് വന്നപ്പോഴാണ് മനുഷ്യൻ വീണ്ടും ആലോചിച്ച് ഇതിനെ കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആക്കി കളയാൻ കരുതി. അതാണ് കാലിഗ്രാഫിയുടെ ഉത്ഭവം എന്ന് എനിക്ക് തോന്നുന്നില്ല മാഷെ. അവിടെ ഈ എഴുതിയ എഴുത്തിനെ കുറച്ചുകൂടി രസകരമാക്കാം, മനോഹരമാക്കാം, ബ്യൂട്ടിഫുൾ ആക്കാൻ തീരുമാനിച്ചപ്പോൾ കാലിഗ്രാഫി ഉണ്ടാക്കി. മനോഹരമായിട്ട് എഴുതുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ജാപ്പനീസ് അല്ലെങ്കിൽ ചൈനീസ് കാലിഗ്രാഫികളും അറബിക് കാലിഗ്രാഫികളും ഒക്കെ തന്നെ വരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ്. മനോഹരമായിട്ടുള്ള ഒരു എഴുത്ത്. ഇപ്പം നമ്മൾ എയർലി മാൻസ്ക്രിപ്റ്റ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ചില കൈകൊണ്ട് എഴുതിയിട്ടുള്ള ബൈബിളുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഉപയോഗിച്ച് ലെറ്ററുകളുടെ അടയാളങ്ങളും അതിൻ്റെ ഡെക്കറേഷൻസുകളും ചിഹ്നങ്ങളും ഒക്കെ. ഇതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. നമ്മുടെ ദേവനാഗരി ലിപിയിൽ ഇപ്പം ടൂട്ടിനാമ പോലെയൊക്കെയുള്ള പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിത്രങ്ങളോടൊപ്പം തന്നെ ദേവനാഗരി ലിപിയെ ഭയങ്കര രസകരമായിട്ട് വരച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭാഷയുടെ ഒരു ഡെവലപ്മെൻറ്റ് മാത്രമല്ല, അത് കലയുടെ ഒരു ചിത്രകലയുടെ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളത്. ഈ മനോഹരമായിട്ട് എഴുതിയ വളരെ ഡെക്കറേറ്റീവായിട്ടുള്ള അലങ്കാരികമായിട്ട് എഴുതിയ സംഭവത്തെ കുറച്ചും കൂടി മാറ്റി ഒരു ആധുനിക കാലഘട്ടത്തേക്ക് മാറ്റിയപ്പോഴാണ് അത് ടൈപ്പോഗ്രഫി ആയിട്ട് മാറിയത്. ഇന്ന് എവിടെ നോക്കിയാലും ഇപ്പം എനിക്ക് നേരെ മുന്നിൽ കാണുന്ന അജന്ത നൂർ എന്ന് പറയുന്ന പേരിരിക്കുകയാണ്. ഇതെല്ലാം ടൈപ്പോഗ്രാഫാണ്. ഇതെല്ലാം ഓരോ കലാകാരന്മാർ രൂപപ്പെടുത്തുന്ന സംഭവമാണ്. ഇന്നിപ്പോൾ ഡിജിറ്റലി ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് എത്ര തരം ടൈപ്പോഗ്രാഫുകൾ ഞാനിവിടെ പഠിക്കുമ്പോൾ ഫൈൻ ആർട്സിൽ പഠിക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറില്ല, ലെട്രാസെറ്റ് എന്നൊരു ബുക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ലെട്രാസെറ്റിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആളുകളെല്ലാവരും തന്നെ ഡിസൈൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അപ്പോൾ അന്നത്തെ കാലത്തും അതിന് മുമ്പും ഒക്കെയുള്ള സിനിമകൾ നോക്കി അറിയാൻ പറ്റും, ടൈപ്പ് കാണാൻ പറ്റും. അതിന് എന്തൊരു വാക്ക് പറയുന്നുണ്ട്, കാലിഗ്രാഫി എന്നൊന്നുമല്ല, ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നില്ല, വേറെന്തൊരു വാക്ക് പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് എഴുതി രണ്ട് ബ്രഷിൻ്റെ സ്ട്രോക്സ് ഒക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കലാകാരൻ്റെ ഒരു സാന്നിധ്യം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് അതിനൊരു മാറ്റം, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ അതിന് തൊട്ട് മുമ്പോട്ടുള്ള വട്ടെഴുത്തിനും കോലെഴുത്തിനും ഈ ഒരു സ്വഭാവമുണ്ട്. ചിത്രത്തിനോട് അടുത്ത് നിൽക്കുന്ന, കാലിഗ്രാഫിയോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ നിന്നാണ് നമ്മുടെ ഉരുണ്ട തരത്തിലുള്ള ലിപിയിലേക്ക് വരുന്നത്. അത് വളരെ ബ്യൂട്ടിഫുള്ളാണത്, ചതുരമല്ല, ഉരുട്ടിയാണ് എഴുതുന്നത്. അപ്പം പിന്നീട് മനുഷ്യർ അല്ലെങ്കിൽ കലാകാരന്മാർ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കാണ് അതിനെ ഏതൊക്കെ തരത്തിൽ മാറ്റി എഴുതാമെന്ന് ആലോചിച്ചപ്പോഴാണ് പട്ടതിരി ഭാഷയെ പോലുള്ള കക്ഷികളൊക്കെ ഇത് ഉടലെടുക്കുകയും
ഇതിനെ പലതരത്തിൽ ഇങ്ങനെ മാറ്റി മറിച്ച് അതിൻ്റെ ഇപ്പോഴും ടൈപ്പ് ചെയ്യുന്നവർക്ക് ഒരു ഇതാണ്, അതിൻ്റെ സൈസ് മാറ്റത്തില്ല. പക്ഷെ കലാകാരന്മാർക്ക് അത് മാറ്റമുള്ളൂ. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നവർ അതിൻ്റെ ഇപ്പോഴും ആ കറക്റ്റ് ഫോണ്ട് തന്നെ ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ കലാകാരന് അതിൻ്റെ ലിമിറ്റേഷൻ ഇല്ല. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം മാക്സിമം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിനെല്ലാം മാറ്റും. അതിൻ്റെ തിക്ക് ആൻഡ് തിൻ അത് മാറ്റും, അതിൻ്റെ ലെങ്ത് മാറ്റും, അതിൻ്റെ വിഡ്ത്ത് മാറ്റും, എല്ലാം മാറ്റിക്കൊണ്ട് അതിനെ പുതിയതായിട്ട് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അതിലാണ് മാഷിൻ്റെ ആ ഒരു നൈപുണ്യം ഇരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു പക്ഷെ പിടിച്ചൊരു ഒറ്റ കറക്കത്തിൽ ഒരു അക്ഷരമൊക്കെ വന്നു കളയും. ഇരിക്കുന്ന കുതികാലിൽ നിന്നിട്ട് ഇങ്ങനെ കറങ്ങിയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ 5 മിനിറ്റൊക്കെ കാണത്തുള്ളായിരുന്നു. പക്ഷേ ഈ 5 മിനിറ്റിന് അദ്ദേഹം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയോ കൊല്ലമായിട്ട് അദ്ദേഹം ഒരു സാധന പോലെ സിദ്ധി പോലെ ചെയ്യുന്നു. എനിക്കത് വെളുപ്പിന് 3 മണിക്ക് ഇങ്ങോട്ട് എണീറ്റിരുന്ന് തുടങ്ങുന്ന പണിയാണിത്. രാവിലെ എണീറ്റിരുന്നിട്ട് നിരന്തരം ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരിക്കൽ ചൈനയിൽ പോയപ്പോഴത്തേക്ക് അവിടെ കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ശ്ലോകങ്ങളാണ്, അവർ ശ്ലോകങ്ങൾ പാടിക്കൊണ്ടാണ് ഇത് എഴുതുന്നത്. അപ്പം അതിന് ആ ശ്ലോകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കാലിഗ്രാഫി എഴുതുന്നത് തന്നെ. അതൊരു സിദ്ധിയാണ്, അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. അത് വളരെ ട്രഡീഷണലായിട്ട് തന്നെ അവരത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനകത്തൊരു മോഡേണിസത്തിൻ്റെ യാതൊരു കടന്നുകയറ്റവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലിഗ്രാഫിക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് കാലിഗ്രാഫി പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ ഒരു കൊല്ലം കാലിഗ്രാഫി പഠിപ്പിക്കുമ്പം വിശ്വനാഥ് സാറിനെ പോലുള്ള ആളുകളൊക്കെ എന്നെ കാലിഗ്രാഫി പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പം അത് പക്ഷേ നമ്മുടെ ആ ഒരു 1-2 അസസ്മെൻറ്റോടുകൂടി അത് കഴിയുന്നുള്ളതാണ്. പിന്നീട് അതിനൊരു തുടർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് ഡിസൈൻ രംഗത്താണ്. വലിയ രസകരമായിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ട് വലിയൊരു ആശയത്തെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് ഈ എഴുത്തിന് കൃത്യമായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആ എഴുത്തിനത് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലിരിക്കുന്ന ആ ബ്രഷ് പിടിക്കുന്ന ആ കലാകാരൻ്റെ ഒരു കഴിവ്, അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ സിദ്ധി, അതിനെയാണ് നമ്മൾ എന്താ പറയുക, അതുമൂലമാണ് ഇത് സാധിക്കുന്നത്. അപ്പം പട്ടുതിരി മാഷയെ പോലെയുള്ള ആളുകളുടെ ഇത് കാണുമ്പോഴത്തേക്ക് ശരിക്കും ഇത്രയും ടൈറ്റിൽ കാണുമ്പോൾ നമ്മൾ ഇപ്പം പലത് കഥയാണെങ്കിൽ അല്ലെങ്കിൽ ചിലത് നോവലാണ് അല്ലെങ്കിൽ സിനിമയുടെയാണ്. അപ്പം അതിൻ്റെ ഒരു ആശയം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഞാൻ ഇരുട്ടിൻ്റെ ആത്മാവൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു അല്ലെ, പലതിലും അങ്ങനെയുണ്ട്. അപ്പം അതൊരു ആറ്റിക്കുറുക്കി എടുക്കുന്നൊരു സംഭവമാണ്. അപ്പം ആ കഥയോ അല്ലെങ്കിൽ നോവലോ വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കലാകാരൻ ചെയ്യുന്ന ഒരു കടന്നുകയറ്റം കൂടിയാണത്. അത് പക്ഷേ എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇന്ന് ഇത്തരം എഴുത്തുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മറ്റൊരു വസ്തുത. കാരണം ഡിജിറ്റൽ സംഭവം കഴിഞ്ഞിട്ട് എഐയിൽ എത്തി നിൽക്കുന്നൊരു സമയമാണ്. എഐയിൽ എന്ത് പ്രോംപ്റ്റ് ചെയ്താലും പലതരത്തിലുള്ള സാധനങ്ങൾ കിട്ടുകയാണ്. പക്ഷെ അപ്പോഴും എഐയിൽ പോലും നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ആ ഒരു ഹാൻഡിന്, ഒരു കൈപ്പണിക്ക് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം കസ്റ്റം മെയ്ഡ് എന്ന് പറയുന്ന സാധനത്തിന് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട്. കാരണം അത് ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു കലാകാരന് മാത്രം ചെയ്യാൻ പറ്റുന്നത്. അതൊരു കമ്പ്യൂട്ടറിന് ചിലപ്പോൾ സാധിക്കില്ല, എഐക്ക് പറ്റില്ല. എഐ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പിക്ക് ചെയ്തിട്ട് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഇപ്പം കലാകാരൻ ചെയ്യുന്നതിന് അനുകരണമില്ല. അത് ആ മൊമെൻറ്റിൽ മാഷിപ്പോൾ എഴുതാനിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 10-25 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഒരു രൂപപ്പെടലാണത്. അപ്പോൾ അവിടെയാണ് ഒരു കാലിഗ്രാഫറുടെ, ഒരു കലാകാരൻ്റെ ഒരു കഴിവ്, അതിൻ്റെ ഒരു പ്രതിഭ വളരെ കൃത്യമായിട്ട് വരുന്നത്. അതിൽ നമ്മളുടെ അഗ്രഗണ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് പട്ടുതിരി മാഷ്. അതിനകത്ത് യാതൊരു സംശയമില്ല, തർക്കവുമില്ല. അതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ഒരു ചരിത്രം. കേരളത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഇടപെടൽ, കാലിഗ്രാഫി ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. കേരളത്തിലുള്ള ഒരുവിധം എല്ലാ കോളേജുകളിലും പോയിട്ട് കാലിഗ്രാഫിയുടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, പെർഫോമൻസ് നടത്തുന്നുണ്ട്. അതിലൂടെയൊക്കെ തന്നെ ഇതിനെ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്, ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാനായിട്ട്, അറിയാനായിട്ടൊക്കെ തന്നെ കൂടുതൽ ആളുകൾക്ക് അവസരമുണ്ടാകും. അത് തുടരട്ടെ, കൂടുതൽ ആളുകൾ അതിലേക്ക് വരട്ടെ. അങ്ങനെ കാലിഗ്രാഫി, നമ്മുടെ മലയാളം കാലിഗ്രാഫി മറ്റു ഭാഷകളിലേക്കുമൊക്കെ ചെല്ലുന്ന രീതിയിൽ അതിനൊരു ഒരു മാറ്റം, അതിനൊരു ഡെവലപ്മെൻറ്റ്, അതിനൊരു വികാസം സംഭവിക്കട്ടെ. അതിന് തുടങ്ങി വെച്ച മാഷിനെ, പട്ടുതിരി മാഷിനെ എല്ലാവിധ ആശംസകളും സന്തോഷവും നേർന്നുണ്ട്. നിർത്തുന്നു.